1 മിനിറ്റിൽ നമുക്ക് പാടൊന്നും കൂടാതെ പെട്ടെന്ന് തന്നെ ഒരു മയോണൈസ് തയ്യാറാക്കി എടുക്കാം. അതിന് മുട്ടയൊന്നും വേണ്ട. മുട്ട ഇല്ലാതെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഒരുപാട് നേരം അടിച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. മിക്സിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല തണുത്ത പാലായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത പാലായിരിക്കണം. അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ വിനാഗിരിയാണ്. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാലിൻ്റെ അതേ അളവിന് തന്നെയാണ് ഞാൻ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളു ഉപ്പാണ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് 1 മിനിറ്റ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നിർത്താതെ ഒന്ന് അടിച്ചെടുക്കാം. ബാക്ക് സ്പീഡിലിട്ട് അടിക്കണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ തന്നെ അടിച്ചെടുത്താലും മതിയാവും. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഷവർമ ഉണ്ടാക്കുന്നത്, ഫലാഫിൽ ഷവർമ ഉണ്ടാക്കുന്നത്, ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.